എന്തായാലും ഡൽഹി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ രാമു കാര്യാട്ടിനെ കാണാനോ അല്ലെങ്കിൽ ആ, ഈ ഒരു ചെറുപ്പക്കാരനെ വളരെ എന്താ പറയുക അഭിനയസിദ്ധിയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ട അനുയോജ്യമായിട്ടുള്ള രൂപമുള്ള ഒരു വ്യക്തിയും ഒരു വലിയ സംവിധായകനും തമ്മിലുള്ള കൂടിക്കാഴ്ച അത്ര ലളിതമായി നടക്കില്ലായിരുന്നു. ശരിയാണ് ശരിയാണ്. ഡൽഹി വളരെയധികം ഹെൽപ്പ് ഡൽഹിയിൽ ഒരു ചെയ്തിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. എന്താ കാരണം വെച്ചാൽ വലിയ ശല്യങ്ങളില്ല. രാമോ കരിയാട്ട് ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ ആണെങ്കിൽ വേറൊരു ലോകത്തായിരിക്കാം. അവിടെ പിന്നെ വളരെ ചെറിയൊരു ലോകം, മലയാള ലോകം. ആ ലോകത്ത് വെച്ചിട്ട് ശ്രീ മാധവൻ നായർ എന്നുള്ള വ്യക്തി, താങ്കളുടെ പേര് ശ്രീ മാധവൻ നായർ എന്നുള്ള കാര്യം വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ അറിയാവുള്ളൂ. ആ പേര് താങ്കൾ തന്നെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഇല്ലില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മറന്നിട്ടില്ല. ഇടയ്ക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്? ഇല്ല, വീട്ടിലെല്ലാവരും എന്നെ മാധവൻകുട്ടി എന്ന് വിളിക്കുന്നതായിരുന്നു. ഈ തറവാട്ടിൽ പോയാലും ബന്ധുക്കളും എല്ലാം അങ്ങനെ. ഇപ്പോഴും മധു ആയിട്ടില്ല. മധുവായിട്ടില്ല. അവർക്ക് ഞാൻ മധു ആയിട്ടില്ല. കുടുംബക്കാർ താങ്കളെ ഒരു സ്റ്റാർ ആയിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. ഇല്ല ഇല്ല, തീരെ ഇല്ല ഇല്ല. താങ്കൾക്ക് അല്ലെങ്കിലും ഈ സ്റ്റാർ പദവിയോട് അത്ര പഥ്യമില്ല. ഇല്ല, അങ്ങനെ ആ രീതി ഈ പറയും പോലെയുള്ള ഈ ഇമേജ് രോഗം എന്നെ ബാധിച്ചിട്ടില്ല. ഈ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇമേജ് വരുമല്ലോ, അങ്ങനെയുള്ള റോൾസേ ചെയ്യാവൂ. അപ്പോൾ വരാൻ നേരത്തെ ഒരുമാതിരി സെയിമിനുള്ളതിന് അഗൈൻ ആൻഡ് അഗൈൻ ചെയ്യേണ്ടി വരും, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും. മധു സാറേ, ശ്രീ രാമു കാര്യായിട്ടുമായിട്ടുള്ളൊരു ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ച എനിക്കൊന്ന് അടൂർ ബാസിയാണ് പരിചയപ്പെടുത്തിയത് അല്ലേ? അത് താങ്കളുടെ ജീവിത യാത്രയെ മാറ്റിമറിക്കുമെന്ന് അന്ന് താങ്കൾ ചിന്തിച്ചു? അതാണ് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് വരെ ഇതായിരുന്നു സ്വപ്നം. പാരലൽ കോളേജ്, അതിൻ്റെ പാരലായിട്ട് ഇതിനോടൊപ്പം ഒരു നാടകം. പക്ഷെ അവിടെ ഈ ഒരു ഇതിൽ അത് മുടിയനായ പുത്രൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വന്നതാണ് രാമകാരിയായിട്ടും സംഘവും. അതിൽ ബാക്കിയുള്ളവരുണ്ടായിരുന്നു. ഭാസി എനിക്ക് ഇവിടെ വെച്ച് അറിയാം, ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാസി സത്യം പറഞ്ഞാൽ അവിടെ ഞാൻ വേറൊരു ആവശ്യത്തിന് പോകുമ്പോൾ ബസ്സിലിരുന്നിട്ടാണ് ഇത് അറിയണമെന്ന് ഇതിൻ്റെ കാര്യം. ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ന്യൂസ് വായിച്ചു കഴിഞ്ഞിട്ട് ഈ YMCA സ്റ്റോപ്പിൽ ഇറങ്ങിയായിരുന്നു. എനിക്ക് താൽക്കട്ടൂര ഗാർഡനിൽ ഡ്രാമ ഫെസ്റ്റിവൽ നടക്കുമല്ലോ, അപ്പം ഞങ്ങൾ ഡ്യൂട്ടിക്ക് ഇടും. അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു ഞാൻ. അവിടെ ഇപ്പം വലിയൊരു ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇപ്പം പഴയ ഗാർഡനൊക്കെ പോയിട്ട് വലിയൊരു ഇൻഡോർ സ്റ്റേഡിയം. അപ്പോൾ അവിടെ അങ്ങനെ ഇറങ്ങിയിട്ട് ഈ ഭാഷയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പഴയ ആളല്ലേ, ഈ മീറ്റിങ്ങിന് പോകണമെന്നുള്ളതിന് ഉപരിയായിട്ട് ഭാഷയെ കാണണമെന്നുണ്ടായിരുന്നു. സോ ഐ ഗോട്ട് ഡൗൺ. അവിടെ ചെന്ന് ഭാഷയെ കണ്ടവരെ ഒരുമിച്ചിരിക്കുകയായിരുന്നവർ. അപ്പോൾ ഭാഷ കാഷ്വലായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി. ഞാൻ വളരെ കാഷ്വലായിട്ട് രാമകാരായിട്ട് എന്നോട് ചോദിച്ചു, നാടകത്തിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളോ അതോ സിനിമയിലും ഉണ്ടോ? ഞാൻ പറയാം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പക്ഷേ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്നതിന് മുമ്പ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിൽ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനൊരു സംഭവമുണ്ട്, ഞങ്ങളുടെ അടുത്ത പടത്തിൽ 3 പടത്തിൽ ഒരു റോളുണ്ട്, നല്ല റോളാണ്. പ്രധാന റോൾ ചെയ്യുന്നത് സത്യൻ സാറാണ്. ഒരു സിനിമാ ഹീറോ സ്റ്റൈൽ റോളുള്ളത്, ടൈപ്പ് റോളുള്ളത് ഇതാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ടേക്ക് ഇറ്റ്. മധു സാറിൻ്റെ ജീവിതക്കുറിപ്പുകളിലൂടെ ഞാനൊന്ന് കടന്നു പോയപ്പോൾ ഇങ്ങനൊരു ഓഫർ രാമു കാര്യാട്ട് സാറ് മുമ്പോട്ട് വെച്ചെങ്കിൽ പോലും താങ്കൾ പിന്നീടും ആ കോഴ്സെല്ലാം കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് അതപ്പം തന്നെ പറഞ്ഞു ഞാൻ. ഇപ്പോൾ ഇത് കോഴ്സ് കഴിഞ്ഞിട്ടേ വരാനൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. ഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിനും അപ്പോഴേ തുടങ്ങാൻ ഐഡിയ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. ഇപ്പം രാമുകാരിയായിട്ട് ഇപ്പോൾ ഹെൽസിങ്കി പോകുമായിരുന്നു ഈ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരാണെങ്കിൽ ആ നിമിഷം ട്രെയിനിൽ സീറ്റ് ബുക്ക് ചെയ്ത് അവിടെ എത്തിയിരിക്കും. താങ്കൾ കോഴ്സ് തീരാൻ 3 മാസം കൂടി സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ചെന്നൈയിൽ വണ്ടി ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലേക്ക് ഒരു നടനായിട്ടാണ് തിരിച്ചു പോകാൻ പോകുന്നതെന്ന് മധു സാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിപ്പോൾ ഈ മധുവാകും എന്നുള്ളത് ഒന്നും ആലോചിച്ചിട്ടില്ല. ഇല്ല, അവിടെ പോയിട്ടൊരു വേറൊരു റോൾ അഭിനയിക്കുമായിരിക്കാം. അന്ന് അധികം സിനിമകളുമല്ലേ. അപ്പോൾ ഈ അഭിനയിക്കാൻ പോകുമ്പോഴും താല്പര്യമുള്ളതുകൊണ്ട് അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളതല്ലാതെ ഇതൊരു പ്രൊഫഷൻ ആകുമെന്നോ ആക്കിയെടുക്കാമെന്നോ അന്ന് വിശ്വസിക്കാൻ ഒക്കില്ല.